ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ നല്ല നാടൻ സ്റ്റൈലിൽ ഒരു കരിമീൻ കറി എങ്ങനെ വെക്കുന്നതെന്ന് കാണിച്ചു തരാവേ. അപ്പോൾ കരിമീനൊക്കെ ഇവിടെ ഞാൻ നല്ല വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കാവേ. ഫ്രൈ ആയിട്ട് കറി വെക്കാവേ, അതാണ് ടേസ്റ്റും കൂടുതൽ. അപ്പോൾ കരിമീൻ പൊടിയത്തുമില്ലേ. അപ്പോൾ ഫ്രൈ ആക്കാൻ വേണ്ടി ഞാൻ മുളക് പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും പെരിഞ്ചീരകപ്പൊടിയും കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇത്രയും മാത്രം ചേർത്താണ് ഫ്രൈ ആക്കുന്നത്. മീൻ വറുക്കുമ്പോൾ അത് ഒരുപാട് മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. എന്താണെന്ന് വെച്ചാൽ കരിമീൻ പൊടിഞ്ഞു പോകാതിരിക്കാൻ. കരിമീൻ വേവ് കുറവായതുകൊണ്ട് നമ്മൾ കറിക്കകത്തിടുമ്പോൾ പൊടിഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ നല്ല ടേസ്റ്റുമാണ്, കറി ഇടുമ്പോൾ പൊടിയത്തുമില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പം മീൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കോരി മാറ്റി വെക്കാവേ. കറിക്ക് ആവശ്യമായ സാധനങ്ങൾ ഒരു ചെറിയ തക്കാളി എടുത്ത് ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് ചുവന്നുള്ളി നെടുകെ പൊളന്നും 2 പച്ചമുളകും ആവശ്യത്തിന് കരിയാപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാവേ. ഉലുവ ഇട്ടതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാവേ. അതിനുശേഷം അതിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചുവന്നുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനം നമ്മുടെ തക്കാളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കും. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നല്ല വെളിയിലെല്ലാം വഴന്ന് കിട്ടണേ. അപ്പോൾ ഇതെല്ലാം ഏതാണ്ട് നല്ലപോലെ വഴഞ്ഞ് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാതെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി, പിന്നെ ആവശ്യത്തിന് കാശ്മീരി ചില്ലി. മുളക് പൊടിയുടെ അളവ് ഞാൻ പറയുന്നില്ല, ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാവേ. പൊടികളൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണേ. പൊടികളുടെ പച്ച ചുവ മാറുന്ന വരെ നല്ലപോലെ ഇളക്കി കൊടുക്കണേ. പൊടികളൊക്കെ ചൂടായതിന് ശേഷം ആദ്യം നമുക്ക് 2ാം പാൽ ഒഴിച്ച് കൊടുക്കാവേ. തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചാൽ 2ാം പാലാണ് ആദ്യം ഒഴിച്ച് കൊടുക്കേണ്ടത്. 2ാം പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അത് നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് മീനും പുളിയും ചേർക്കണേ. അരപ്പ് നല്ലപോലെ തിളച്ച് വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. പിന്നെ മീൻ നമുക്ക് പയ്യെ എടുത്ത് പറക്കിയിട്ടുണ്ട്, പൊടിയാതെ ഇട്ട് കൊടുക്കണേ. കരിമീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്നതാണ്, നമ്മൾ ഇടുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കണം. കരിയാതെ അത് പതുക്കെ അരപ്പിലേക്ക് ഇട്ട് കൊടുക്കണേ. ഇനി അത് മൂടി വെച്ച് 2-3 മിനിറ്റ് ശേഷം അത് എടുത്തിട്ട് നമുക്കതിലേക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാവേ. 1ാം പാൽ ചേർത്തിട്ട് ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് തിള വരുമ്പോൾ തന്നെ നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്യാവേ. ഇനി അവസാനം അതിലേക്ക് കുറച്ച് കരിയാപ്പിലയും കൂടെ ഊരിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെച്ച കരിമീൻ കറി റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നേ.